ബിഗ് ബോസ് മലയാളം സീസൺ 7 50 ദിവസങ്ങൾ തികയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഏഴാമത്തെ സീസണിലെ ഏഴാമത്തെ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയയായിരുന്നു ഇപ്പോൾ അവസാനിച്ചത്. 100 ദിവസം പകുതിയാവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരോടും പറഞ്ഞു 24 മണിക്കൂർ നിങ്ങളെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് ബ്ലാ 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 എല്ലാം പറഞ്ഞു. എന്നിട്ട് നോമിനേഷൻ എങ്ങനെയായിരുന്നു ഇത്തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പേര് ഓപ്പൺ ആയിട്ട് നിന്നിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. എല്ലാവരുടെയും മുമ്പിൽ പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ നിന്നിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. 7 പേര് കൺഫെഷൻ റൂമിലേക്ക് പോയി. അങ്ങനെയായിരുന്നു ഇത്തവണത്തെ നോമിനേഷൻ. അപ്പോൾ 100ക്ക് ഇത്തവണ ഡയറക്റ്റ് നോമിനേഷൻ പവർ ഇല്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ന് പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ പോയി നിന്ന് ഓപ്പൺ നോമിനേറ്റ് ചെയ്തത് നെവിൻ, ഷാനവാസ്, അഭിലാഷ്, ബിന്നി, അനുമോൾ, അക്ബർ, ജിഷിൻ, ആദില എന്നിവരാണ്. ഈ 8 പേരാണ് പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ പോയി നിന്ന് നോമിനേറ്റ് ചെയ്തത്. ആദ്യത്തെ ഓപ്പൺ നോമിനേഷൻ ജിഷിനായിരുന്നു. ജിഷിൻ നോമിനേറ്റ് ചെയ്ത 2 പേരുകൾ സാബുമാൻ പിന്നെ ലക്ഷ്മി. ഇവർ 2 പേരും ആക്റ്റീവ് അല്ല എന്നൊരു കാരണമാണ് ജിഷിൻ പറഞ്ഞത് 2 പേർക്കും എതിരെ. ലക്ഷ്മി ടാസ്കിൽ ആക്റ്റീവ് അല്ല എന്നൊക്കെ ജിഷിൻ പറയുന്നുണ്ട്. അടുത്ത നോമിനേഷൻ നൂറയായിരുന്നു. കൺഫെഷൻ റൂമിൽ പോയിട്ടാണ് നൂറ നോമിനേറ്റ് ചെയ്തത്. നെവിൻ അതേപോലെ തന്നെ ലക്ഷ്മി എന്നീ പേരുകളാണ് നൂറ പറയുന്നത്. നെവിൻ ഇനാക്റ്റീവ് ആണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഫേക്ക് ആണെന്നൊരു കാരണം നൂറ പറയുന്നുണ്ട് നെവിനെ പറ്റി. പിന്നെ ലക്ഷ്മി സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളോട് മാത്രമേ മിണ്ടുന്നുള്ളൂ, ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഡിസ്ക്രിമിനേഷൻ, അവരുടെ ആ ഒരു ക്വിയർ ഫോബിക് ആയിട്ടുള്ള റിമാർക്സ് കാരണം ലക്ഷ്മിയുടെ പേര് പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മി ആദില നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മി, നെവിൻ എന്നിവരെ തന്നെയാണ്. സെയിം നോമിനേഷൻസ് ആണ് കേട്ടോ, ആദിലയുടെയും നൂറയുടെയും. നെവിൻ അതേപോലെ തന്നെ ലക്ഷ്മി എന്നിവരെ തന്നെയാണ് ആദിലയും നോമിനേറ്റ് ചെയ്തത്. പിന്നെ നെവിനെ പറ്റി ആദില പറയുന്ന വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് സാബുമാൻ അതേപോലെ തന്നെ ആദില എന്നിവരെയാണ്. ആദില ഭയങ്കര ജഡ്ജ്മെന്റൽ ആണെന്നുള്ളൊരു കാരണം ലക്ഷ്മി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആദിലയ്ക്ക് വോട്ട് സ്പ്ലിറ്റ് ആവുമോ എന്നുള്ളൊരു പേടിയുള്ളതായിട്ട് ലക്ഷ്മി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആദിലയ്ക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ടും കൂടിയാണ് നോമിനേറ്റ് ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള റീസൺസ് വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ അക്ബർ ഓപ്പൺ നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മി, ആദില എന്നിവരാണ്. ലക്ഷ്മി ആക്റ്റീവേ അല്ല എന്നൊരു കാരണം അക്ബർ പറയുന്നുണ്ട്. പിന്നെ ആദില കുറച്ചുകൂടി ആക്റ്റീവ് ആവാനുണ്ട് എന്നൊരു കാരണം അക്ബർ പറയുന്നുണ്ട് ആദിലയെ പറ്റി. പിന്നെ ആ ഒരു നൂദില ടാസ്ക് ഫാക്ടറിയുടെ സമയത്ത് ഉള്ള ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഒനീല് എപ്പോഴത്തെയും പോലെ തന്നെ ഡോക്ടർ ബിന്നി പിന്നെ റന ഫാത്തിമ, ഇവര് തമ്മിലുള്ള ഫൈറ്റ് ആണല്ലോ ഒനീല്. അപ്പം ഇവരെ 2 പേരെയും പേരുകൾ പറയുന്നുണ്ട്, ഡോക്ടർ ബിന്നി, റന ഫാത്തിമ. പിന്നെ അനുമോൾ നോമിനേറ്റ് ചെയ്തത് സാബുമാൻ അതേപോലെ തന്നെ ആര്യൻ എന്നിവരെയാണ്. സാബുമാൻ ഇനാക്റ്റീവ് ആണ് എന്നുള്ളൊരു കാരണം, അതേപോലെ തന്നെ ആര്യൻ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നു എന്നൊരു കാരണം അനുമോൾ പറയുന്നുണ്ട് ആര്യനെതിരായിട്ട്. പിന്നെ റന ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് ഷാനവാസ്, ഒനീൽ എന്നിവരെയാണ്. ഓപ്പൺ നോമിനേഷനിൽ ഷാനവാസ് പറഞ്ഞത് ലക്ഷ്മി, നെവിൻ എന്നിവരുടെ പേരുകളാണ്. നെവിനെതിരെ ആ ഒരു ആരോപണം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്. നെവിൻ മോശമായി പെരുമാറി, ഇത് അഭിലാഷിനോടും ഒനീലിനോടും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നും അങ്ങനെയൊക്കെ കുറെ കാരണങ്ങൾ ഷാനവാസ് പറയുന്നുണ്ട് നെവിനെതിരായിട്ട്. എന്താണ് ഈ ഷാനവാസ് ഈ പറഞ്ഞതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഷാനവാസ് അവിടെ പോയി ഇരുന്നപ്പോ അനീഷ് ഒരു ഹഗ് കൊടുക്കുന്നുണ്ട് ഷാനവാസിന്. അത് ഏതാണ് സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തൊന്ന് കമന്റ് ഇടുക. ആര്യൻ കൺഫെഷൻ റൂമിൽ പറഞ്ഞ 2 പേരുകൾ റന ഫാത്തിമ, ബിന്നി എന്നിവരുടെ പേരുകളാണ്. റന ഫാത്തിമ ഇന്നത്തെ ആ ഒരു ഇഷ്യൂ ആണ് ആര്യ മെയിനായിട്ടും പറയുന്നത്. പിന്നെ ബിന്നി കുത്തിത്തിരിപ്പാണ് എന്നുള്ളൊരു കാരണം പറയുന്നുണ്ട്. അഭിലാഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു നോമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല രീതിയിൽ സുഹൃത്തുക്കളായിരുന്ന 2 പേരാണ്. ഇവര് തമ്മിൽ പിണങ്ങുന്ന ഒരു കാഴ്ച. കാരണം നെവിനെതിരെ അങ്ങനെ ഒരു ആരോപണം ഷാനവാസ് പറഞ്ഞല്ലോ. അപ്പോ അഭിലാഷ് ഷാനവാസുമായിട്ട് പിണങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വെസലല്ലോ ടോയ്ലറ്റ് ഡിപ്പാർട്ട്മെന്റ് ജിസേൽ നശിപ്പിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് അഭിലാഷ് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. സാബുമാൻ നോമിനേറ്റ് ചെയ്തത് റെന, ആര്യൻ എന്നിവരെയാണ്. റെന ഇമ്മച്യൂർ ആണെന്നൊക്കെയുള്ളൊരു കാരണം പറയുന്നുണ്ട്. പിന്നെ ആര്യൻ പറയുന്ന കാര്യങ്ങൾ 95% ബ്ലണ്ടർ ആണെന്നൊക്കെ വെച്ചിട്ട് സാബുമാൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് സാബുമാൻ പറയുന്നത്. അപ്പൊ ബിന്നി നോമിനേറ്റ് ചെയ്ത 2 പേരുകൾ സാബുമാൻ, ആര്യൻ എന്നിവരാണ്. സാബുമാൻ ആക്റ്റീവ് അല്ല. അതേപോലെ തന്നെ ആര്യൻ ജിസേലിന്റെ ബോഡി ഗാർഡ് ആയിട്ട് നടക്കുന്നു എന്നുള്ളൊരു കാരണം ബിന്നി പറയുന്നുണ്ട്.
ജിസയില് നോമിനേറ്റ് ചെയ്തത് റെന, ബിന്നി എന്നിവരെയാണ്. രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ജിസയിലിന്റെ. പക്ഷെ ഇപ്പോ നോമിനേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് റെനയും ബിന്നിയുമായിട്ടുള്ള ജിസയിലിന്റെ ആ ഒരു വഴക്ക്. അപ്പോ ജിസയിലിനെതിരെ ഇവർ രണ്ടുപേരും ഗെയിം കളിക്കാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ടാണ് ജിസയിൽ ഇവരെ രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്തത്. നെവിൻ നോമിനേറ്റ് ചെയ്തത് ആദിലേനെയും ഷാനവാസിനെയാണ്. രണ്ടും ആ ഒരു അലിഗേഷന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്യുന്നത്. ആദിൽ ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ആളാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെന്റേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ട് ഷാനവാസിന്റെ ആ ഒരു ആരോപണത്തെ പൊക്കിപ്പിടിച്ച് നടക്കുന്നു എന്നുള്ളൊരു റീസൺ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് നോമിനേറ്റ് ചെയ്തല്ലോ നെവിനെ, അപ്പോൾ അതിനൊരു റിപ്ലൈ ആയിട്ടായിരിക്കണം ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ച നോമിനേഷനിൽ വന്നത് നൂറ, ബിന്നി, ആര്യൻ, ആദില, ഷാനവാസ്, നെവിൻ, സാബുമാൻ, റെന, ലക്ഷ്മി എന്നിവരാണ്. 9 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.